എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഫ്രീ വൈഫൈ ബസ് സ്റ്റോപ്പ് ഉണ്ട്. എന്നാ നമ്മുടെ യാത്രക്കാർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. അതല്ല ആദ്യം വേണ്ടേ? ഇതെന്തുട്ട് വികസനം എന്നാണ് പറയുന്നത്? ഇതേ പ്രഹസനാണ്. ഇവിടെ ഫ്രീ വൈഫൈ കൊടുത്ത് നിങ്ങളെ പോലത്തെ യൂത്തമ്മരെ ഉറക്കി കിടത്താണ്. ദാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ശ്രീ ശക്തൻ രാജശേഖരൻ വകാന്ന്. എന്തുട്ട് വകാന്ന്? അങ്ങോരെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശത് നമ്മുടെ പൈസയാണ്. 25 ലക്ഷം രൂപയെ ഒരു വീട് പണിയല്ലോ. ഒരു പട്ടിക്കൂടാണ് പണിത് വെച്ചേക്കണ ഇവിടെ. അതാ ഞാൻ പറഞ്ഞത് മുഴുവൻ പ്രഹസനാന്ന്. ജോയ്ക്ക് പേടിയില്ലേ? എന്തുട്ടിന്? ബഹുമാനം കിട്ടുന്നിടത്ത് വേണം അത് കൊടുക്കാനായിട്ട്. ആരാണ് അയാള്? നമ്മുടെ പണിക്കാരനാണ് അയാള്. നമ്മുടെ എല്ലാവരും പണിക്കാരൻ. നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ പണിക്ക് വെച്ചിരിക്കുകയാണ് അയാളെ. ശരിയല്ലേ? നമ്മൾ ഒരാളെ പണിക്ക് വെക്കുമ്പോ നമ്മൾ നോക്കില്ലേ അയാൾക്ക് പണി ചെയ്യാൻ അറിയോ, അതിനുള്ള ആരോഗ്യമുണ്ടോ, കള്ളനാണോ എന്നൊക്കെ. CM-ന്റെ കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും അത് നോക്കിയിട്ടുണ്ടോ? കള്ളനല്ലേ അയാള്. പൊളിറ്റിക്സ് കളിക്കാനല്ലാതെ അയാൾക്ക് ഈ പണി ചെയ്യാൻ അറിയില്ല, അതിനുള്ള ആരോഗ്യവും ഇല്ല. അത് നിങ്ങളും അയാളും മറന്നു എന്നുള്ളതാണ് ഈ നാട് ഇങ്ങനെയാണുള്ള ഏറ്റവും വലിയ റീസൺ. ഈ ഇലക്ഷനിൽ അയാൾ ജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കാരണം എന്താണെന്നറിയോ? നമ്മളാണ് രാജാവ്.